രാധാകൃഷ്ണന്റെ കയ്യിലുള്ള മുഖ്യമന്ത്രിക്കെതിരായ CD കണ്ടെടുക്കുമെന്ന് സോളാർ കമ്മീഷൻ. ഏറ്റവും പുതിയ സോളാർ കമ്മീഷൻ നിലപാട് CD എത്തിക്കാൻ ആവശ്യമായ നടപടികൾ ഒരുക്കുമെന്നും കമ്മീഷൻ. CD ഇന്ന് തന്നെ ഹാജരാക്കാൻ തയ്യാറാണെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുന്നിൽ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത്. CD ഹാജരാക്കാൻ 10 മണിക്കൂർ സമയം അനുവദിക്കണമെന്നാണ് ബിജു രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ബിജു രാധാകൃഷ്ണന്റെ പക്കലുള്ള CD സോളാർ കമ്മീഷൻ നേരിട്ട് പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ബിജേഷ് നടുവിൽ ചേരുകയാണ്. ബിജേഷ്, സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ വെളിപ്പെടുത്തിയ CD അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാനായി ബിജു രാധാകൃഷ്ണനെ മറികടന്ന് സോളാർ കമ്മീഷൻ തങ്ങളുടേതായ സംവിധാനം ഉപയോഗിക്കും, ആ രീതിയിൽ പിടിച്ചെടുക്കും എന്നാണോ പറയുന്നത്? എന്തൊക്കെ വിവരങ്ങൾ ബിജേഷ്? ഒരു മിനിറ്റ്. ബിജു രാധാകൃഷ്ണന്റെ ഏറ്റവും പുതിയ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത്, കമ്മീഷന് മുന്നിൽ ഹാജരാകുന്ന സമയത്ത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പക്കൽ തെളിവുകളുണ്ട്, താൻ നിലപാട് മാറ്റിയെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല, തൻ്റെ പക്കൽ മുഖ്യമന്ത്രിക്കെതിരായ CD അടക്കമുള്ള തെളിവുകളുണ്ട്, അത് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി ഈ കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് രാവിലെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ സോളാർ കമ്മീഷന് മുന്നിൽ ആ CD ഉണ്ട് എന്നും അത് ഹാജരാക്കാൻ താൻ തയ്യാറാണെന്നും ബിജു രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു. പക്ഷേ 10 മണിക്കൂർ സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഒടുവിൽ ബിജു രാധാകൃഷ്ണന് പുറത്തേക്ക് പോകാൻ ഉള്ള സംവിധാനം ഒരുക്കണമോ, സുരക്ഷ ഒരുക്കണമോ, ഈ CD-യും ഈ തെളിവുകളും ഹാജരാക്കാൻ? ഇത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുന്നു. ബിജേഷ്, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ CD അടക്കമുള്ള തെളിവുകൾ, ആ തെളിവുകൾ ശേഖരിക്കാൻ ബിജു രാധാകൃഷ്ണനെ മറികടന്ന് സോളാർ കമ്മീഷൻ തങ്ങളുടേതായ സംവിധാനങ്ങൾ ഉപയോഗിക്കും, അതുപയോഗിച്ചത് പിടിച്ചെടുക്കും എന്നതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് ഏറ്റവും പുതിയതായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ? അത്തരത്തിലല്ല അജിംഷാദ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു രാധാകൃഷ്ണനെ ഉപയോഗിച്ച് തന്നെ ആ സോളാർ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചും സോളാർ കമ്മീഷൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ബിജു രാധാകൃഷ്ണന് മാത്രമേ ഇത്തരത്തിൽ തെളിവുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം ഉള്ളൂ. 3 സെറ്റ് CD-കൾ ആയിരുന്നു അതിൻ്റെ ഉള്ളത് എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സെറ്റ് CD നമുക്ക് ഇവിടെ എത്തിക്കണമെങ്കിൽ 10 മണിക്കൂർ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയമായിരുന്നു ചോദിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ ചോദിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ന് തന്നെ ഹാജരാക്കുക, അല്ലെങ്കിൽ അതിനെടുക്കുന്ന സമയം തീർച്ചയായും ബിജേഷിലേക്ക് എത്താം. ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. സോളാർ കമ്മീഷന് മുന്നിൽ, അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും 5 UDF MLA-മാരും അടക്കമുള്ളവർ സരിത എസ് നായരുമായി, ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യ കൂടിയായ സരിത എസ് നായരുമായി ലൈംഗിക ബന്ധം അടക്കമുള്ളവയിൽ ഏർപ്പെട്ടു എന്നും ഇതൊക്കെ സോളാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിലേക്ക് വഴിവെച്ചു എന്നും ഇത്തരം കാര്യങ്ങളുടെ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും ഇതിൻ്റെയൊക്കെ CD തൻ്റെ പക്കലുണ്ടെന്നും മുഖ്യമന്ത്രി ഒഴികെയുള്ളവരുടെ ഇത്തരം CD-കൾ മുഖ്യമന്ത്രിയെ തന്നെ കാണിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ബിജു രാധാകൃഷ്ണൻ്റെ അവകാശവാദം. ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ, നിഗൂഢതകൾ തെളിവുമായി ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ പീപ്പിൾ ടിവിയോട് തന്നെ നേരിട്ട് ബിജു രാധാകൃഷ്ണൻ വളരെ നിർണായകമായ ചില വിവരങ്ങൾ പറഞ്ഞത്. ജയിലിൽ വെച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നും ഈ സമ്മർദ്ദം തനിക്ക് താങ്ങാനാകുന്നില്ല എന്നുമുള്ള നിർണായകമായ വിവരങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ പുരോഗമിക്കുന്ന നിരവധി നാടകീയതകളും ഉദ്യോഗങ്ങൾക്കും ഒടുവിലാണ് ഇന്ന് സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ടാകുന്നത്. ഇവിടെ ഇന്ന് തന്നെ ഹാജരാക്കണം ഈ തെളിവുകൾ എന്നായിരുന്നു സോളാർ കമ്മീഷൻ ബിജു രാധാകൃഷ്ണൻ നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് ബിജു രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് തൻ്റെ പക്കൽ CD ഉണ്ട്, പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ പരസ്യമായി സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് പങ്കുവെക്കാനാകില്ല എന്നായിരുന്നു. അതിനുശേഷം ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞത് ഇത്തരം തെളിവുകളുണ്ട്, പക്ഷേ ആ തെളിവും CD-യും ഒക്കെ ഹാജരാക്കാൻ 10 മണിക്കൂർ സമയം വേണമെന്നാണ്. 10 മണിക്കൂറല്ല, 50 മണിക്കൂർ വേണമെങ്കിലും താങ്കൾക്ക് എടുക്കാം എന്നും സോളാർ കമ്മീഷൻ പ്രതികരിച്ചതായും ബിജേഷ്, ഞങ്ങളുടെ പ്രതിനിധി, റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി NV ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. NV, കൃത്യമായി ഈ വിഷയങ്ങൾ രൂപപ്പെട്ടത് ഇങ്ങനെയാണ് എങ്കിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ തെളിവുകൾ ശേഖരിക്കാൻ സോളാർ കമ്മീഷൻ തങ്ങളുടേതായ സംവിധാനം ഉപയോഗിക്കും, അത് ഉപയോഗിച്ച് പിടിച്ചെടുക്കും എന്നാണോ? പ്രായോഗികമായി ഇതിൻ്റെ വിശദീകരണങ്ങൾ എങ്ങനെ, എന്തൊക്കെ വിശദാംശങ്ങൾ?
അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സോളാർ കമ്മീഷൻ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അക്കാര്യം തന്നെ സോളാർ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലും ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അതിന് എന്ത് സഹായമാണ് ബിജു രാധാകൃഷ്ണൻ നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് ബിജു രാധാകൃഷ്ണൻ തന്നെ പറയണമെന്നും അക്കാര്യം എല്ലാ സഹായവും ചെയ്തു നൽകുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് സോളാർ കേസ് പോകുന്നത് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു CD തന്റെ കൈവശമുണ്ട് എന്ന് നേരത്തെ തന്നെ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ മുമ്പാകെ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും പലരും വിശ്വസിച്ചതും പറഞ്ഞിരുന്നതും ഇത്തരം CD ഇല്ല, ഇത് വെറും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന രൂപത്തിലുള്ള വാദങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു. CD ഹാജരാക്കട്ടെ, അപ്പോൾ കാണാമെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അന്ന് സ്വീകരിച്ചത്. ഏതായാലും CD ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് ഭാഗ്യമുണ്ട്, CD ഹാജരാക്കിയില്ലെങ്കിൽ താൻ രക്ഷപ്പെടുമല്ലോ എന്ന തോന്നൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും CD ഇല്ല എന്ന് തന്നെയായിരുന്നു ഭരണ നേതൃത്വത്തിലുള്ള പലരുടെയും ഉറച്ച വിശ്വാസം. CD ഉണ്ട്, അത് ബിജു രാധാകൃഷ്ണന്റെ കയ്യിലില്ല, ബിജു രാധാകൃഷ്ണനെ അത് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ ഇന്നത്തെ സോളാർ കമ്മീഷനിലെ നടപടിക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ CD പിടിച്ചെടുക്കാനുള്ള എല്ലാ നടപടികളുമായി സോളാർ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മറ്റു എല്ലാ നടപടിക്രമങ്ങളും സോളാർ കമ്മീഷൻ നിർത്തിവച്ചിരിക്കുന്നു. CD ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മാത്രം ഇത് സോളാർ കമ്മീഷൻ പ്രവർത്തിച്ചാൽ മതി എന്ന നിലപാടിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 3 പകർപ്പാണ് തന്റെ കൈവശം ഉള്ളത് എന്ന് ബിജു രാധാകൃഷ്ണൻ കോടതിക്കകത്ത് പറഞ്ഞു. ഇതിൽ ഒരു പകർപ്പ് നേരത്തെ തന്നെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. മറ്റൊരു കോപ്പി ഉള്ളത് വിദേശത്താണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കോപ്പി ഉള്ളത് എറണാകുളം നഗരത്തിൽ നിന്നും 6 മണിക്കൂർ യാത്ര ചെയ്താൽ കിട്ടുന്ന സ്ഥലത്ത് ഇതിന്റെ പകർപ്പ് ലഭ്യമാണ്. ഇത് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. 10 മണിക്കൂറെങ്കിലും തനിക്ക് സമയം അനുവദിക്കണമെന്നായിരുന്നു സോളാർ കമ്മീഷന് മുമ്പേ ബിജു രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നത്. 10 അല്ല 50 മണിക്കൂർ വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്നും CD ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് എന്നും എന്ത് സുരക്ഷിതത്വം വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്നും സോളാർ കമ്മീഷൻ പരസ്യമായി തന്നെ ഇന്ന് കമ്മീഷനകത്ത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നോ നാളെയോ CD സോളാർ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കും എന്ന സൂചനകളും ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാജരാക്കുന്ന മുറക്ക് ഇത് മാധ്യമങ്ങൾക്ക് നൽകാനുള്ള നടപടികളും ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എന്ന സൂചനകളും ലഭ്യമായിട്ടുണ്ട്. വളരെ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന വളരെ നിർണായകമായ തെളിവുകളാണ് സോളാർ കമ്മീഷൻ ശേഖരിക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അജിംഷാദ്, അതായത് ബാലു, ഇത്തരം നടപടികൾ ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണൻ പറയുന്നു തനിക്ക് 10 മണിക്കൂറോളം ഏകദേശം യാത്ര ചെയ്താൽ ഈ CD എത്തിക്കാനാകുമെന്ന്. 10 അല്ല 50 മണിക്കൂർ താങ്കൾക്ക് എടുക്കാമെന്ന് സോളാർ കമ്മീഷൻ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രായോഗികതയിലേക്ക് പോകുന്നു. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ തെളിവുകളുമായി ബന്ധപ്പെട്ട വിശ്വാസ്യത തങ്ങൾക്കുണ്ട് എന്ന് സോളാർ കമ്മീഷന് ബോധ്യമാകുന്ന നിമിഷങ്ങളാണ് ഇതിനെ നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്. ഈ ഘട്ടത്തിലാണ് ബിജു രാധാകൃഷ്ണനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിജു രാധാകൃഷ്ണൻ അല്ലാതെ മറ്റൊരു സംവിധാനം സോളാർ കമ്മീഷൻ ഉപയോഗിക്കുമെന്ന് പറയുന്നത്. അത് പ്രായോഗികമായി എങ്ങനെ ശരിയാകും? ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ബാർഗെയിനിങ് അടക്കമുള്ള ചില സംവിധാനങ്ങൾ രൂപപ്പെടും എന്ന ചില കോണുകളുടെ സംശയം കൂടി സോളാർ കമ്മീഷൻ എടുക്കുകയാണോ? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് നിരീക്ഷിക്കേണ്ടതില്ലേ? തീർച്ചയായും ഇതൊരു ബാർഗെയിനിങ് തന്ത്രം മാത്രമാണ്, വിലപേശൽ തന്ത്രം മാത്രമാണ് എന്ന നിലപാടായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ഭരണകൂടത്തിൽ നിന്ന് സർക്കാരിൻ്റെ പ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഒക്കെ അത്തരമൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ CD ഒരിക്കലും ബിജു രാധാകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. CD ഹാജരാക്കട്ടെ, അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ ആലോചിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും CD 10-ാം തീയതിക്കകം ഹാജരാക്കണമെന്ന് നേരത്തെ സോളാർ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. 10 വരെ സമയം ഇന്ന് നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരായ ബിജു രാധാകൃഷ്ണനാണ് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. 3 പകർപ്പാണ് തന്റെ കൈവശമുള്ളത്. ഇതിൽ ഒരു പകർപ്പ് നേരത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു, മറ്റൊരു പകർപ്പ് വിദേശത്താണുള്ളത്. മൂന്നാമത്തെ പകർപ്പുള്ളത് കൊച്ചിയിൽ നിന്നും 6 മണിക്കൂർ സഞ്ചരിച്ചാൽ ലഭിക്കുന്ന സ്ഥലത്ത് ഉണ്ട്. തന്നോടൊപ്പം കമ്മീഷന്റെ പ്രതിനിധി അയക്കുകയോ അല്ല കമ്മീഷൻ തന്നെ നേരിട്ട് പോയി ഇത് ശേഖരിക്കാവുന്നതാണ് എന്ന് കോടതിക്കകത്ത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ബിജു രാധാകൃഷ്ണന്റെ ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമായും ഇത് കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ കോടതി ആരംഭിച്ചത്. ഇതിന് എത്ര സമയം വേണമെങ്കിലും ബിജു രാധാകൃഷ്ണൻ നൽകാൻ തയ്യാറാണ് എന്നും കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കമ്മീഷന്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തികളും മാറ്റിവെക്കുകയും ഈ തെളിവ് ശേഖരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണ് എന്നെ സംബന്ധിച്ച് മാത്രം അന്തിമ തീരുമാനം മാത്രമേ ഇനി എടുക്കാനുള്ളൂ. ഇതിൽ ബിജു രാധാകൃഷ്ണന്റെ കൂടെ കമ്മീഷന്റെ പ്രതിനിധിയെ വിടുകയും ഈ തെളിവ് ശേഖരിക്കുകയുമാണോ ചെയ്യുക? അതല്ല കമ്മീഷൻ തന്നെ ബിജു രാധാകൃഷ്ണനെ കോടതിയിൽ കമ്മീഷന്റെ മുമ്പിൽ കമ്മീഷന്റെ ഓഫീസിൽ നിർത്തി
നിർത്തിയിട്ട് കമ്മീഷനെ പ്രതിനിധി പോയി തെളിവ് ശേഖരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും കമ്മീഷൻ ഇന്ന് ബിജു രാധാകൃഷ്ണനോട് പറഞ്ഞിരിക്കുന്നത് കോടതി കമ്മീഷനിനകത്ത് തന്നെ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരിച്ചു പോകാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടില്ല. സ്വാഭാവികമായും കമ്മീഷന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ബിജു രാധാകൃഷ്ണൻ ഉള്ളത് എന്ന് സാങ്കേതികമായി പറയാൻ കഴിയും. അങ്ങനെ സാക്ഷിയെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് മൊഴി ശേഖരിക്കുക അല്ലെങ്കിൽ തെളിവ് ശേഖരിക്കുക എന്ന വളരെ നിർണായകമായ ചുവടുവയ്പ്പാണ് സോളാർ കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് വളരെ ഗൗരവമാണ്. ബാലു, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സോളാർ കമ്മീഷൻ പരിശോധിക്കുന്നു. അതായത് ബിജു രാധാകൃഷ്ണന്റെ സുരക്ഷ, പ്രത്യേകിച്ച് ബിജു രാധാകൃഷ്ണൻ മുമ്പോട്ട് വെച്ചത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സരിത എസ് നായരുമായി ലൈംഗികമായി ബന്ധപ്പെട്ടതിൻ്റെ അടക്കമുള്ള തെളിവുകളും CD-കളും തൻ്റെ പക്കലുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടാണ് ബിജു രാധാകൃഷ്ണൻ ആക്ഷേപം ഉന്നയിച്ചതും വിരൽ ചൂണ്ടിയതും. അങ്ങനെയെങ്കിൽ ബിജു രാധാകൃഷ്ണന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് സോളാർ കമ്മീഷൻ വളരെ വൈകാരികമായി തന്നെ അഭിഭാഷകനോട് ഇന്ന് ചോദിച്ച ഘട്ടവും ഉണ്ടായി. ഇന്ന് തന്നെ, അതായത് ഇങ്ങനെ 2 പോലീസുകാരുടെ സുരക്ഷയിൽ മാത്രം ട്രെയിനിൽ ബിജു രാധാകൃഷ്ണൻ പോലെ ഒരാളെ കൊണ്ടുവന്നു, തനിക്ക് ഇടപെടേണ്ടി വന്നു, കമ്മീഷൻ ഇടപെടേണ്ടി വന്നു എന്നതൊക്കെ അടക്കമുള്ള വിഷയങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബിജു പറയുന്നതനുസരിച്ച് തൻ്റെ പ്രതിനിധിക്ക് ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കാനാകും. ഒരുപക്ഷെ പ്രായോഗികമായി കൂടുതൽ സുരക്ഷിതമായ മാർഗങ്ങളാകും അത്. ബാലു, തീർച്ചയായും കമ്മീഷൻ അത്തരം തീരുമാനത്തിലേക്ക് പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും തെളിവ് ശേഖരിക്കേണ്ടത് കമ്മീഷന്റെ ആവശ്യമാണ്. അത് മാത്രമല്ല, ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവ് കൂടിയാണ് ഇത്. സരിതയുമായി മന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന വളരെ നിർണായകമായ തെളിവാണ് ബിജു രാധാകൃഷ്ണൻ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്തുക എന്നത് കമ്മീഷന്റെ തന്നെ ആവശ്യമാണ്. നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യവും കൂടിയാണ് ഈ തെളിവ് കണ്ടെടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിൽ ഈ തെളിവ് കണ്ടെത്താൻ, ഈ CD കണ്ടെത്താൻ കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ കമ്മീഷന്റെ കസ്റ്റഡിയിലാണ്. ഈ സാക്ഷിയെ കമ്മീഷന്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തെളിവ് ശേഖരിക്കാനാണ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ബിജു രാധാകൃഷ്ണനോടൊപ്പം കമ്മീഷന്റെ പ്രതിനിധിയെ വിട്ട് ഈ CD കണ്ടെടുക്കുമോ, അതല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ ഓഫീസിൽ തന്നെ ഇരുത്തിയതിനു ശേഷം കമ്മീഷന്റെ പ്രതിനിധികൾ പോയ ശേഷം, അഭിഭാഷകരോടൊപ്പം പോയ ശേഷം ഈ തെളിവുകൾ ശേഖരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇതൊക്കെ പുറത്തു വരുമെന്ന കാര്യം ഉറപ്പ്. ഏതായാലും തെളിവ് ശേഖരിക്കേണ്ടത് കമ്മീഷന്റെ അത്യാവശ്യമാണ്, അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കാനുള്ള നടപടികൾ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകാൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് പരിഗണിക്കേണ്ടതില്ല. തെളിവ് കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളുമായി മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന് കമ്മീഷൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായി സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിർണായക വഴിത്തിരിവുകൾ ഇരിക്കുന്നത് ഈ CD-യിലാണ്. ഒരുപക്ഷെ ഒരുപാട് അന്വേഷണങ്ങളൊന്നുമില്ലാതെ കൃത്യമായി ഇതിൻ്റെ തട്ടിപ്പുകൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാനാകും ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ഈ തെളിവ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തെളിവ് കണ്ടെടുക്കാനാകും എന്ന് തന്നെയാണ് കമ്മീഷൻ്റെ വിലയിരുത്തൽ. ഒരുപക്ഷെ അത് നിയമപരമായും ശരി തന്നെ. അങ്ങനെയെങ്കിൽ ഇത് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നേരത്തെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതടക്കമുള്ള മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി ഈ സമയത്ത് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പെറുക്കിയെടുക്കാനും ഉപകരിക്കും അത്. ബാലു, അതായത് ഈ CD-യുടെ കാര്യം മുഖ്യമന്ത്രി കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല, അത് തിരുവഞ്ചൂരിൻ്റെ പക്കലുണ്ടെന്ന് പരസ്യമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യം, അതായത് ഈ തെളിവുകൾ കൊണ്ടുവരൂ എന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിച്ച ഘട്ടത്തിൽ കൂടിയാണിത്. അതുമൊക്കെയായി ഇന്ന് കോടതിയുടെ മുറിയിൽ നടന്ന, കമ്മീഷന്റെ മുറിയിൽ നടന്ന കാര്യങ്ങളെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ, വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ ബാലു? തീർച്ചയായും അത്തരം വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ തെളിവ് കമ്മീഷൻ കണ്ടെത്തുന്നതോടൊപ്പം മറ്റു വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പ്. അത് മന്ത്രിസഭയുടെ രാജിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ രാജിയോ എന്നതിനപ്പുറത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരും. കാരണം നേരത്തെ ബിജു രാധാകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ഇതിൻ്റെ ഒരു പകർപ്പ് പോലീസ് പിടിച്ചെടുത്തിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് കമ്മീഷന് മുമ്പിൽ ഹാജരാക്കാതെ മറച്ചു വെച്ചു എന്ന ഗുരുതരമായ ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വരും. ഇപ്പോൾ ADGP ആയിരിക്കുന്ന കേമേന്ദ്രനും അതോടൊപ്പം പത്മകുമാറുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് അന്വേഷണം ആദ്യം നടന്നത്. കൊച്ചിയിലെ IG ആയിരുന്ന അജിത് കുമാറിനും ഇതിനകത്ത് അന്വേഷണവുമായി ബന്ധമുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ഇതിന്റെ പകർപ്പ് ഉണ്ടായിരുന്നു എന്ന സൂചനകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിൽ ചില ഭാഗങ്ങൾ
ഭാഗങ്ങൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരികയും ചെയ്തിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന വിഷയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു CD ഉണ്ടാകാനുള്ള സാധ്യത ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് ഇത് കണ്ടെടുക്കുകയും സരിതയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് ഇത് കണ്ടെടുക്കുകയും ഇത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ഏകദേശം നേരത്തെ പുറത്തു വന്നതാണ്. എന്നാൽ ഇതൊന്നും ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. സ്വാഭാവികമായും ഇന്ന് സോളാർ കമ്മീഷൻ ഈ CD കണ്ടെടുക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ നേരത്തെ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത്തരം തെളിവുകൾ കയ്യിലുണ്ടായിട്ടും സോളാർ കമ്മീഷന് കൈമാറാതെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് മറച്ചുവെച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വരും. അതും മറ്റു പ്രശ്നമായി മാറും. അതിനേക്കാൾ എല്ലാം ഉപരി ഇത്തരമൊരു തെളിവ് പുറത്തു വരികയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൽ ഇപ്പോൾ UDF സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിയമസഭ നടക്കുന്ന സമയം കൂടിയാണിത്. തിങ്കളാഴ്ച വീണ്ടും നിയമസഭ ചേരുമ്പോൾ സഭയ്ക്കകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന അല്ലെങ്കിൽ ഒരു നിർണായ വഴിത്തിരിവുണ്ടാക്കാൻ കഴിയുന്ന വളരെ നിർണായകമായ തെളിവായിരിക്കും ഇന്ന് ഈ CD കണ്ടെടുക്കുന്നതിലൂടെ സോളാർ കമ്മീഷൻ ചെയ്യുക. സ്വാഭാവികമായും അതിനുള്ള നടപടിക്രമങ്ങളുമായി സോളാർ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം കരുതാൻ. തീർച്ചയായും വളരെ നിർണായകമായ വഴിത്തിരിവിലേക്ക് സോളാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ വാർത്തകൾ എത്തുന്നു. പീപ്പിൾ TV ആണ് സോളാർ തട്ടിപ്പ് ആദ്യമായി പുറത്തെത്തിച്ചത്. തുടർന്ന് 18ഓളം തുടർ വാർത്തകളും സോളാറുമായി ബന്ധപ്പെട്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഇന്ന് സോളാർ കമ്മീഷൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും കമ്മീഷൻ്റെ മുന്നിൽ ഇന്ന് നടന്നത് വളരെ നിർണായകമായ ഗൗരവമായ ചില കാര്യങ്ങളാണ്, പുരോഗതികളാണ്. ബിജു രാധാകൃഷ്ണൻ തൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞ തെളിവിനെ സംബന്ധിച്ചുള്ള കണ്ടെത്തൽ എങ്ങനെയെന്നതിൻ്റെ പ്രായോഗിക നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ നിർത്തിവെച്ച് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ CD എന്ന നിർണായകമായ തെളിവ് ശേഖരിക്കലാണ്. ആ ശേഖരിക്കൽ ദൗത്യത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്ന് സോളാർ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബിജു രാധാകൃഷ്ണനെ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ, കമ്മീഷന്റെ കസ്റ്റഡിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ബാലുവും വിജേഷും ഒക്കെ നൽകിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ MLA നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീരാമകൃഷ്ണൻ, അതായത് നിർണായകമായ വഴിത്തിരിവിലേക്ക് സോളാർ പ്രശ്നം ഉയർന്നു അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ഉപരോധം, പീപ്പിൾ TV ഈ വാർത്ത പുറത്തെത്തിക്കുകയും തുടർന്ന് നിങ്ങളുടെ ഉപരോധം തീർക്കുകയും ചെയ്ത സാഹചര്യമാണ് സോളാർ കമ്മീഷൻ്റെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇപ്പോൾ സോളാർ കമ്മീഷൻ്റെ മുറിയിൽ നിർണായകമായ വഴിത്തിരിവ്, ആ തെളിവ്, ആ CD കണ്ടെടുക്കാനുള്ള ദൗത്യത്തിലേക്ക് കമ്മീഷൻ നീങ്ങിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? അതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ജുഡീഷ്യൽ അന്വേഷണം സമഗ്രമായിരിക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിന്റെ അനുബന്ധമായിട്ട് വേണം ഇതിനെ കാണാൻ. മുഖ്യമന്ത്രി ഓഫീസിനെയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ റഫറൻസിൽ പെടുത്തുകയില്ല എന്നും അത്തരം അന്വേഷണം ആരും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും പരസ്യമായ നിലപാട് സ്വീകരിച്ചയാളാണ് മുഖ്യമന്ത്രി. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ കൂമ്പാരമാണ് വന്ന് വീടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആശാവഹമായ ഒരു കാര്യമാണ്. ന്യായമായ ദിശയിലാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ മുൻപിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ CD കാര്യങ്ങൾ ആകെ കേന്ദ്രീകരിച്ചു പോകുന്നത് യുക്തിസഹമായിരിക്കുകയില്ല. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ക്രിമിനലുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തെ സംബന്ധിച്ചും അവിഹിത ചർച്ചകളെ കുറിച്ചും എല്ലാം വിമർശനങ്ങൾ ഉയർന്നു വന്ന നിരവധി സന്ദർഭങ്ങളിലെല്ലാം അതെല്ലാം നിഷേധിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ CD ലഭിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ CD ഉദ്ദേശിച്ച കാര്യങ്ങൾ വന്നില്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി ഞാൻ രക്ഷപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ചില നാടകങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിന്റെ ആ അടിസ്ഥാനത്തിൽ CD മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ഈ സോളാർ തട്ടിപ്പിനെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് യുക്തിഭദ്രമായിരിക്കുകയില്ല. അതാണ് അത് നിർണായകമായ പ്രതികരണമായി തന്നെ തോന്നുന്നു ഈ ഘട്ടത്തിൽ ശ്രീരാമകൃഷ്ണൻ. അതായത് എല്ലാ കേന്ദ്രങ്ങളും ഒരുപക്ഷെ CD എത്തിക്കുകയും അവസാനം CD ഒന്നുമില്ല എന്ന് കാണിക്കുകയും ചെയ്ത് ഈ സംഭവത്തെ അട്ടിമറിക്കാനുള്ള ചില നടപടിക്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടോ എന്ന് സ്വാഭാവികമായി താങ്കൾക്ക് പ്രതിപക്ഷം എന്ന നിലയിൽ സംശയിക്കാം. പക്ഷേ ഇവിടെ കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ CCTV, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഈ പീപ്പിൾ വാർത്ത പുറത്ത് എത്തിയ സാഹചര്യത്തിൽ, സോളാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ വാർത്ത പുറത്തെത്തിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പോലും അപ്രത്യക്ഷമായ കഥകൾ ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഒന്ന്. രണ്ട്, ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ, ഈ CD വേറെ അന്വേഷിക്കേണ്ടതില്ല. മുഖ്യമന്ത്രി വെല്ലുവിളിച്ച സാഹചര്യത്തിലാണ് അത് പറയുന്നത്. CD വേണ്ടി വേറെ അന്വേഷിക്കേണ്ടതില്ല, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരിൻ്റെ പക്കലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ CD ഉണ്ട് എന്നത് യാഥാർത്ഥ്യമല്ലേ?
അതിലേക്ക് ഇന്നും ബിജു രാധാകൃഷ്ണൻ ഉറച്ചു നിൽക്കുകയും അതിനെ സോളാർ കമ്മീഷൻ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് നിർണായകമല്ലേ? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അല്ല, CD ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? പക്ഷെ ആ CD ഹാജരാക്കപ്പെടുമോ, അത് പിടിച്ചെടുക്കൽ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ്. കാരണം ഈ കാര്യങ്ങളും സത്യങ്ങളും തെളിവുകളും പുറത്തു വരാതിരിക്കാൻ എന്തെല്ലാം സാധ്യമാണോ അതെല്ലാം സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ, ശ്രീ ബിജു രാധാകൃഷ്ണൻ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുന്നിൽ ഹാജരാകുന്നതിന്റെ മുൻപ് ഒരു ജയിൽ സൂപ്രണ്ട് 20 തവണയാണ് ഇദ്ദേഹവുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത്. എന്തായിരുന്നു അതിന്റെ ആവശ്യം? അദ്ദേഹത്തെ മൗൾഡ് ചെയ്യാൻ ശ്രമം നടത്തിയത്. അപ്പൊ തെളിവുകൾ പുറത്തു വരാതിരിക്കാനുള്ള നിരവധി എപ്പിസോഡുകൾ നമ്മൾ കണ്ടു. 24 പേജുള്ള കത്ത് 3 പേജായി മാറുന്നത് കണ്ടു. സന്ദർശിക്കാൻ വരുന്ന ആളുകളുടെ പേര് സന്ദർശക രജിസ്റ്റർ എഴുതണമെന്ന് പറഞ്ഞ് ജയിലർ ശ്രീരാമനെ ഒറ്റ രാത്രി കൊണ്ട് അട്ടക്കുളങ്ങരയിൽ നിന്ന് മാറ്റി കണ്ണൂരിലേക്ക് തട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഗവൺമെന്റ് പരിഭ്രാന്തമായിട്ട് കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ തെളിവും ഇല്ലായ്മ ചെയ്യുവാനും മാനിപ്പുലേറ്റ് ചെയ്യുവാനുമുള്ള എല്ലാ പരിശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് പണത്തിന്റെ ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണൻ അതുകൊണ്ടാണോ ഒരുപക്ഷെ സോളാർ കമ്മീഷൻ പറയുന്നു ബിജു രാധാകൃഷ്ണനെ, അതായത് നിരവധി കോണുകൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. CD ഉണ്ട്, അല്ല ഇല്ല, അല്ല ഉള്ളത് പോലീസ് പിടിച്ചെടുത്തു, ഇപ്പോൾ ബാർഗെയിനിങ് ചെയ്യാനാണ് ബിജു പോകുന്നത്, പോസിറ്റീവും നെഗറ്റീവുമായി വിവിധ വശങ്ങൾ ഉയർന്നു. പക്ഷേ അവിടെയാണ് സോളാർ കമ്മീഷൻ ഇപ്പോൾ ബിജു രാധാകൃഷ്ണനെ തങ്ങളുടെ കസ്റ്റഡിയിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സോളാർ കമ്മീഷൻ പോകുന്നത്. ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണൻ ഉയർത്തിയ ആശങ്ക സോളാർ കമ്മീഷന് മുന്നിലും ഉണ്ടാകാം. അല്ല, കേസിന്റെ തുടക്കം മുതലേ ഈ തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതിയായിട്ട് ഒരാള് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയെന്നത് സ്വാഭാവികമായിട്ടും നല്ല കാര്യമാണ്. കാരണം ടെലിഫോൺ ബന്ധം നഷ്ടമായെന്ന് തോന്നുന്നു. ശ്രീരാമകൃഷ്ണൻ ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി. ബാലുവിലേക്ക്, അതായത് CD-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണൻ ഉയർത്തിയത് ഇങ്ങനെയാണ്, കേരളം ഞെട്ടിയതും അങ്ങനെയാണ്. ഒരുപക്ഷെ അഭ്യൂഹങ്ങളായി മുമ്പ് കേട്ടിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബിജു രാധാകൃഷ്ണൻ പറയുകയാണ്. തൻ്റെ ഭാര്യയായിരുന്ന സരിത എസ് നായരുമായി 6 MLA-മാർക്കടക്കം, മുഖ്യമന്ത്രി അടക്കം 6 MLA-മാർക്ക് ലൈംഗികമായ ബന്ധമുണ്ട്. അത്തരം ബന്ധം ആണ് സോളാർ തട്ടിപ്പിന് ഉപയോഗിച്ചത്. അതിൽ മുഖ്യമന്ത്രിയും, മുഖ്യമന്ത്രി ഒഴികെയുള്ളവരുടെ ദൃശ്യങ്ങൾ തൻ്റെ പക്കലുള്ളത് മുഖ്യമന്ത്രിയെ തന്നെ കാണിച്ചു. മുഖ്യമന്ത്രിയുടെ ദൃശ്യവും തൻ്റെ പക്കലുണ്ട്, അത് പക്ഷേ മുഖ്യമന്ത്രിയെ കാണിച്ചില്ല. ഇത്തരത്തിൽ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ കേരളം ഗൗരവമായി ഞെട്ടുകയായിരുന്നു ചെയ്തത് അക്ഷരാർത്ഥത്തിൽ. ആ സാഹചര്യമാണ് പിന്നീട് പുരോഗമിച്ചത്, ഇന്ന് ഈ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സോളാർ കമ്മീഷൻ നേരിട്ട് CD പിടിച്ചെടുക്കുമെന്നത് നമുക്കറിയാം. സരിത എസ് നായരുടെ ഇത്തരം അശ്ലീല ചിത്രങ്ങൾ അടക്കമുള്ളവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച സാഹചര്യം കൂടി അറിയാം. അത് ചില പോലീസ് ഉദ്യോഗസ്ഥരെയായിരുന്നു അന്ന് വിരൽ ചൂണ്ടിയത്. അവർ വഴിയാണ് ഈ കാര്യങ്ങൾ ലീക്ക് ചെയ്തതെന്ന്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്? ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണന്റെ പക്കൽ ഈ തെളിവുണ്ടോ എന്നത് മാത്രമാണ് സംശയം, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനാകുമോ എന്നതിലേക്കാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും മജ്മു ഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CD-യുടെ 3 പകർപ്പുകളാണ് ഉള്ളത് എന്ന് ബിജു രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു പകർപ്പ് ഉള്ളത് പിന്നെ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്താൽ കിട്ടുന്ന 6 മണിക്കൂർ യാത്ര ചെയ്താൽ ലഭിക്കുന്ന ഇടത്താണുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു CD വിദേശത്താണുള്ളത്. അതോടൊപ്പം ഒരു CD, പ്രധാനപ്പെട്ട CD നേരത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു എന്ന ഗൗരവമായ ആരോപണം ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പാകെ ഇന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ CD കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് യാത്ര ചെയ്ത് ശേഖരിക്കാൻ അനുവാദം തന്നാൽ, അതിനുള്ള സഹായവും സംരക്ഷണവും തന്നാൽ ഈ CD കണ്ടെത്താൻ ഞാൻ സഹായിക്കാം, കണ്ടെത്തും, തിരിച്ച് കോടതിക്കും കമ്മീഷനുമായി ഹാജരാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലു, നമുക്ക് വിശദാംശങ്ങളിലേക്ക് തന്നെ പോകുമ്പോൾ ഇപ്പോൾ PC ജോർജ്, മുൻ ചീഫ് വിപ്പ് കൂടിയായ PC ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PC ജോർജ്, കാര്യങ്ങൾ ഇതുവരെ എത്തി. ബിജു രാധാകൃഷ്ണൻ ഉയർത്തിയത് ഉണ്ടയില്ല വെടിയാണെന്നായിരുന്നു ഭരണപക്ഷം ഉയർത്തിയിരുന്ന ആരോപണം. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത് തെളിവ് കൊണ്ടുവരട്ടെ എന്ന്. ആ തെളിവ് കണ്ടെത്താനായി സോളാർ കമ്മീഷൻ തന്നെ പോകുന്നു. ഈ ഘട്ടം എങ്ങനെ താങ്കൾ ഇതിനെ വിലയിരുത്തുന്നു? അതായത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ഉണ്ടോ ഇല്ലാത്തതാണോ വെടി എന്ന് അറിയണമെങ്കിൽ അത് തെളിവ് പോകാണോ? കാരണം ഉമ്മൻചാണ്ടിയാണ് ആളെ. എല്ലാ കുലിശിത പ്രവർത്തനങ്ങളുടെയും മൂർത്തിഭാവമാണ് ഉമ്മൻചാണ്ടി. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്റെ കാര്യമല്ലേ, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് ഇപ്പൊ സോളാർ കമ്മീഷൻ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. സോളാർ കമ്മീഷനിൽ ബിജു രാധാകൃഷ്ണൻ ഏത് കൊലക്കേസ് പ്രതിയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അയാളുടെ CD എന്താ യാത്ര ചെയ്ത് കൊണ്ടുവരാൻ അനുവാദം. നിഷ്പക്ഷമായ ഒരു കമ്മീഷൻ ആണെങ്കിൽ ആ കമ്മീഷൻ, കാരണം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് TA-യും DA-യും ശമ്പളവും അലവൻസും പറ്റുന്ന കമ്മീഷനാകുമ്പോൾ എനിക്കറിയാം.
ആ കമ്മീഷൻ ആ ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിട്ടുണ്ട്, കാണിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ആ കമ്മീഷൻ ഉടൻ തന്നെ കമ്മീഷൻ വിശ്വാസമുള്ള ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അത് അവരെ ചുമതലപ്പെടുത്തട്ടെ. ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്താൻ തന്നെയല്ല, പ്രതിപക്ഷത്ത് ഒരാളെ വേണം, അല്ലെങ്കിൽ അതായത് ശ്രീ പി സി ജോർജ്, താങ്കളുടെ ടെലിഫോണിൽ വ്യക്തമല്ലാതെ പോകുന്നു, അതായത് റേഞ്ച് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു, ഒരു പക്ഷേ താങ്കൾ യാത്രയിലാണെന്ന് തോന്നുന്നു. പി സി ജോർജ്, അതായത് ഇത്തരം അതായത് ബിജു രാധാകൃഷ്ണൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ബിജു രാധാകൃഷ്ണനെ കോടതി മുറിക്ക് ഉള്ളിൽ ഇരുത്തിക്കൊണ്ട് തന്നെ കമ്മീഷന്റെ പ്രതിനിധി ആ തെളിവുമായി പോവുകയാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പരസ്യമായി വെളിപ്പെടുത്താനാകില്ല, കാരണം സുരക്ഷയുടെ പ്രശ്നമുണ്ടെന്ന്. അതൊക്കെ പരിഗണിച്ച് ഒരു പക്ഷേ സോളാർ കമ്മീഷൻ ചെയ്യുന്ന നടപടിക്രമം ആയിക്കൂടെ ഇത്? താങ്കൾ പറയുന്ന ആശങ്ക നേരത്തെ ശ്രീരാമകൃഷ്ണനും പങ്കുവച്ചു. അതായത് ഞാൻ ചോദിക്കുന്നേ, ഈ കമ്മീഷൻ ചെയ്യേണ്ടത് എന്താ? ഇളയം കൊണ്ടുപോയി ആ CD എടുക്കണം. ആ CD എടുക്കുമ്പോ കമ്മീഷന്റെ ആള് മാത്രം പോരാ, ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഉത്തരവാദിത്തപ്പെട്ട ആളും കൂട്ടത്തിൽ വേണം, അല്ലെങ്കിൽ CD മാറ്റിയാൽ എന്ത് ചെയ്യും? കാരണം ഉമ്മൻചാണ്ടി ആളാ സാധനി, എന്തും ചെയ്യും, അറിയാമല്ലോ. ആ നിലയ്ക്ക് ഉത്തരവാദിത്വം കമ്മീഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ജയിലിൽ കിടക്കുന്ന ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ മുമ്പിൽ ഹാജരാക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ നേരം സൂപ്രണ്ട് വിളിച്ച് ഉപദേശിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ആ ഉപദേശം കൊടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷണത്തിന് ഉത്തരവിട്ട DGP സ്ഥലം മാറ്റിയിരിക്കണ്ടേ? ആ നിലയ്ക്ക് ഇപ്പൊ വിശ്വാസം കൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥനാണ്. എങ്കിലും ഞാൻ പറയുന്നത്, നിർബന്ധമായും ഒരാൾ പോരാ, ഉത്തരവാദിത്തപ്പെട്ട ആളുടെ സാന്നിധ്യത്തിൽ ഈ CD കസ്റ്റഡി എടുത്ത് പരിശോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് പി സി, ഏത് ജുഡീഷ്യറി ആണെങ്കിലും ഇതൊക്കെ നടപ്പാക്കുന്നത് പോലീസിലൂടെയാണ്. ആ പോലീസ് ആകട്ടെ ഭരണകൂടത്തിന്റെ കയ്യിലാണ്. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയേറെ തന്ത്രശാലിയായ ഒരു വ്യക്തി അത് അട്ടിമറിക്കും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും എല്ലാ വിഭാഗത്തിന്റെയും പ്രതിനിധികളെ സോളാർ കമ്മീഷൻ ഈ തെളിവ് എടുക്കാനായി ഉപയോഗിക്കണം എന്ന കാര്യമാണോ താങ്കൾ ആവശ്യപ്പെടുന്നത്? എന്നാ ഞാൻ പറയുന്നു, എങ്കിലും അത് 100% ബോധ്യമാവും. തീർച്ചയായും അത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. അതായത് തെളിവ് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം കൂടി എത്തിയിരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ നേരത്തെ ഉന്നയിച്ച ആശങ്കയ്ക്ക് തുടർ എന്നോണം പി സി ജോർജും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നു. മുൻ ചീഫ് വിപ്പ് കൂടിയായ പി സി ജോർജ് പറയുന്നത്, ഈ തെളിവ് ശേഖരിക്കാൻ ബിജു രാധാകൃഷ്ണന് പുറമെ സോളാർ കമ്മീഷൻ പോകുന്നതിൽ വിരോധമില്ല, പക്ഷേ അതിൻ്റെ വിശ്വാസ്യത പൂർത്തീകരിക്കാൻ ഇരുപക്ഷത്തു നിന്നുമുള്ള പ്രതിനിധികളെ, അതായത് ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും അടക്കമുള്ള പ്രതിനിധികളെ സോളാർ കമ്മീഷൻ ഉപയോഗിക്കണമെന്ന രാഷ്ട്രീയമായ കാര്യം കൂടി, പ്രതികരണം കൂടി ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. നിർണായകമായ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.